അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ നൗഷാദ് ബാഖവി ഉസ്താദിൻ്റെ ഒരു സ്പീച്ച് കേട്ട് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നതിനെ കുറിച്ച്. അത് നിങ്ങളെയും കൂടി ഒന്ന് കേൾപ്പിക്കണമെന്ന് തോന്നി. ഒന്ന് കേട്ടു നോക്കൂ ഇൻഷാ അല്ലാഹ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിശന്ന് കിടന്ന് ഒന്നുമില്ലാതെ അവസാനം ഒരു പച്ചില ശൈബു അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ നിൽക്കുന്ന ഒരു പച്ചില പറിച്ചു വാക്കിയകത്ത് വെക്കുമ്പോ വിശപ്പിന്റെ കൊടൂരത കൊണ്ട് ഒരു പച്ചില പറിച്ച് കഴിക്കാൻ പോകുമ്പോ നബി തങ്ങൾ ഓടി വരികയാണ്. ഖദീജ അരുത്, ഖദീജ അരുത്, ഖദീജ. ഖദീജ ബീവി പറഞ്ഞു, നബിയെ വിശക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, ഖുവൈലിദ് സ്വർണ്ണ രാജകുമാരന്റെ പൊന്നുമോളെ ഖദീജ, ശരീരം നിറച്ച് ആഭരണവും വിലപിടിപ്പുള്ള ഉടയാടകളും അണിഞ്ഞുകൊണ്ട് ജീവിച്ച റാണിയെ ഖദീജ. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പച്ചില കഴിച്ചു. എന്റെ പ്രിയപ്പെട്ടവങ്ങളെ, ശൈബു അബീ ത്വാലിബിന്റെ ഉപരോധം കഴിഞ്ഞ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ രോഗിയായി കിടന്നു. ഈ ലോകത്തിരുന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിട പറയാൻ പോകുമ്പോ ഏറ്റവും പ്രധാനമായും കരഞ്ഞത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഏറ്റവും സങ്കടത്തോടെ അലമുറയിട്ട് ഖദീജ ബീവി മരിക്കുന്ന സമയം കരഞ്ഞത് 3 കാര്യങ്ങൾ ഓർത്തുകൊണ്ടാണ്. നബി തങ്ങൾ ചോദിച്ചു, ഖദീജ ഖദീജ ഖദീജ, എന്തിനാണ് ഖദീജ നീ ഇങ്ങനെ പൊട്ടിക്കരയുന്നത്? എല്ലാം അല്ലാഹുവിന് കൊടുത്ത ഖദീജ, അല്ലാഹുവിനെ സ്നേഹിച്ച ഖദീജ, അല്ലാഹുവിനെ സമർപ്പിച്ച ഖദീജ, എന്തിനാണ് ഈ സമയത്ത് കരയുന്നത്? സന്തോഷിക്കുക. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ നിങ്ങൾക്ക് ഞാൻ ആരായിരുന്നു നബിയേ, നിങ്ങൾക്ക് ഞാൻ ആരായിരുന്നു നബിയേ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മുഖത്ത് വാരിപ്പുണർന്നുകൊണ്ട് കവിളത്ത് മുത്തം കൊടുത്ത് ആരംഭ റസൂല് പറയുന്ന, ഖദീജ ഒരു ഉമ്മയില്ലാത്ത എനിക്ക് നീ ഒരു ഉമ്മയുടെ സ്നേഹമാണ് ഖദീജ തന്നത്. ഒരു ഉപ്പയുടെ പരിലാളനം ഏൽക്കാത്ത എനിക്ക് ഒരു ഉപ്പയെ പോലെ പലപ്പോഴും നീ പെരുമാറി ഖദീജ. ഒരു പെങ്ങളുടെ, ഒരു ഭാര്യയുടെ ജീവിതത്തിന്റെ എല്ലാ സൗഭാഗ്യവും എനിക്ക് തന്ന ഖദീജ. ഓമന മുഹമ്മദീനെ ഓത്തിനയച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ആമിന